ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശാലിനി. മെന്റർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെർബിനെ കുറിച്ച് പഠിക്കാം. ക്രിയ വളരെ രസകരമായിട്ട് വെർബിനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതായത് വെർബിന് വിവിധ രൂപത്തിലുള്ള വെർബുകളുണ്ട്, വിവിധ തരത്തിലുള്ള വെർബുകളുണ്ട്. ഒരേ വെർബിന് തന്നെ, ഒരു വെർബിന് തന്നെ പല രൂപങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതൊക്കെ അറിയാം. വെർബ് എന്ന് പറയുമ്പോൾ തന്നെ വെർബ് ഇല്ലാതെ ഒന്നും നടക്കില്ല. ഒരു സെന്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വെർബ്. അപ്പൊ വെർബിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ, വെർബ് ഈസ് എ വേർഡ് വിച്ച് ടെൽസ് us what a person or thing does. ഒരു സെന്റൻസിനകത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു എന്താണ് ചെയ്യുന്നത്, ക്രിയ. ചോദിച്ച കുട്ടികൾ ഉടനെ പറയും വെർബ് ക്രിയ എന്ന് മനസ്സിലാകും. രാജു ഈസ് എ ക്ലവർ ബോയ്. അവിടെ രാജു ഒരു ബുദ്ധിയുള്ള ആൺകുട്ടിയാകുന്നു. ഈസ് എന്ന് പറയുന്നത് ആകുന്നു എന്ന് കാണിക്കുന്നു, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ കാണിക്കുന്നു. ഇപ്പൊ ഐ ഹാവ് എ മോട്ടോർ ബൈക്ക്, അതൊരു പൊസഷൻ ആണ്. എനിക്ക് മോട്ടോർ ബൈക്ക് ഉണ്ട്, ഹാവ്. ബേർഡ്സ് ഫ്ലൈ, അവിടെ ആ പക്ഷികളുടെ ആക്ഷനെയാണ് കാണിക്കുന്നത്, ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. അപ്പൊ വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, എല്ലാവർക്കും അറിയാം. ആ ക്രിയയെ കുറിച്ച് പഠിക്കുവാണ് നമ്മൾ. അതിനകത്ത് ഇന്ന് പഠിക്കുന്നത് ഒരു ക്രിയയുടെ ഡിഫറെന്റ് ഫോംസ്, വിവിധ രൂപങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, V1, V2, V3, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ റൈറ്റ് എന്നൊരു ക്രിയ എടുത്താൽ റോട്ട്, റിട്ടൺ, റൈറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ പറയും. അത് കൂടാതെ 2-3 ഫോംസും കൂടെ അതിനകത്ത് മനസ്സിലാക്കി വെക്കണം. ടെൻസിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഒന്നും ചേർക്കാത്ത ക്രിയയുടെ തനതായ രൂപത്തിനാണ് പറയുന്നത് റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഇപ്പൊ കം, ഗോ, റൈറ്റ്, ജംപ്, ഇതൊക്കെ റൂട്ട് ഫോംസ് ആണ്. ഇനി V1 ഫോം നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങളോട് ചോദിച്ചാൽ പറയും റൈറ്റ്, ജംപ്, റീഡ്, ഇതൊക്കെ V1 ആണ്, പ്രസന്റ് ഫോം ആണെന്ന് പറയും. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഈ V1-നകത്ത് നമുക്ക് നാമത്തിലുള്ളതുപോലെ വെർബിനും സിംഗുലറും പ്ലൂറലും ഉണ്ട്. എല്ലാവർക്കും 95% കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്ക് അവിടെയാണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ആദ്യം തെറ്റുന്ന അതാണ്. അതായത് വെർബിന്റെ സിംഗുലറും പ്ലൂറലും നന്നായിട്ട് പഠിച്ചു വെക്കണം. നമുക്കറിയാം, നമ്മളൊരു നാമത്തിന്റെ കൂടെ എസും ഇഎസും ചേർക്കുമ്പോഴാണ് പ്ലൂറൽ ആകുന്നത്. ഇപ്പം ആപ്പിൾ, ആപ്പിൾസ്, മാംഗോ, മാംഗോസ്, ബുക്ക്, ബുക്സ്. അപ്പൊ അവിടെ എല്ലാം ഇങ്ങനെയാണ് ഡെഫിനിഷൻ. വെൻ വി ആഡ് എസ് ഓർ ഇഎസ് ടു എ നൗൺ we get the plural form. അതായത് ബഹുവചന രൂപം കിട്ടും. വെർബിന്റെ നമ്പറാണ്, നൗണിന്റെ നമ്പറാണ് നമ്മൾ പറയുന്നത്. നമ്പർ, വചനം, സിംഗുലർ, പ്ലൂറൽ. എസും ഇഎസും ചേർക്കുമ്പം, നൗണിന്റെ കൂടെ എസും ഇഎസും ചേർക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്ലൂറലാണ് കിട്ടുന്നത്. നേരെ മറിച്ച് വെർബിന്റെ റൂട്ട് ഫോമിനോടുകൂടി എസ് ഇഎസ് ചേർത്താൽ നമുക്കതിന്റെ സിംഗുലർ ഫോം ആണ് കിട്ടുന്നത്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കുമ്പോൾ അതിന്റെ ഉപയോഗം നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഇപ്പൊ അതിനാണ് ഞാൻ നിങ്ങളെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, ഡിഫറെന്റ് ഫോംസ് ഓഫ് വെർബ്. ഇത് പഠിച്ചിട്ട് ടെൻസിലേക്ക് പോകുമ്പോൾ ടെൻസ് പഠിക്കും, സിമ്പിൾ പ്രസന്റ് പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. എപ്പോഴും സിമ്പിൾ പ്രസന്റിനകത്ത് വരുന്ന മിസ്റ്റേക്ക്, SV സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് തെറ്റുന്നത് മുഴുവൻ അവിടെയാണ്. അതിനാണ് ഞാനിത് ബാക്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഇതെടുത്ത് തന്നിട്ട് ഇനി നമുക്ക് പതുക്കെ ടെൻസിലേക്ക് പോകുമ്പോൾ അത് എളുപ്പമാവും. അപ്പൊ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അരക്കിട്ട് ഉറപ്പിക്കണം മനസ്സിൽ. V1 സിംഗുലർ ആൻഡ് V1 പ്ലൂറൽ. അപ്പൊ അടുത്തത് V2 പാസ്റ്റ്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് V2. അടുത്തത് V3 തേർഡ് ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നെക്സ്റ്റ് വൺ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ING ഫോം. ലാസ്റ്റ് വൺ ടു ഇൻഫിനിറ്റീവ്, ടു പ്ലസ് ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ്. ടുവിന്റെ കൂടെ നമ്മൾ വേറെ ഇൻഫിനിറ്റീവ് ഫോമേ ചേർക്കത്തുള്ളൂ. അതായത് ടു ഗോ, ടു റൈറ്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഫോം റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ്, ധാതു രൂപം, സീറോ ഫോം. ഇപ്പൊ ഗോ എന്നൊരു വെർബ് എടുക്കുക. ഇനി അതിന്റെ പ്രസന്റ് ഫോമില് സിംഗുലർ എന്തുവരും, ഗോസ്. പ്ലൂറൽ എന്തുവരും, ഗോ തന്നെ. അതായത് ഈ റൂട്ട് ഫോം ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ. റൂട്ട് ഫോം എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ആ റൂട്ട് ഫോമിനോട് കൂടി എസും ഇഎസ്ഒ ചേർക്കുമ്പോ ഗോയുടെ കൂടെ ഇഎസ് ചേർക്കണം. കമ്മിന്റെ കൂടെ ആണെങ്കിൽ എസ് ചേർത്താൽ മതി. അതുകൊണ്ടാണ് വെൻ വി ആഡ് എസ് ഓർ ഇഎസ് ടു ദ റൂട്ട് ഫോം ഓഫ് ദ വെർബ് വി ഗെറ്റ് ദ
പ്രസന്റ് സിംഗുലർ ഫോം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബേസ് ഫോം പ്രസന്റ് സിംഗുലർ അല്ലെങ്കിൽ V1 സിംഗുലർ, പ്രസന്റ് പ്ലൂറൽ അല്ലെങ്കിൽ V1 പ്ലൂറൽ, then past V2, past participle V3, present participle ing form, to infinitive 2 ചേർത്ത് ബേസ് ഫോം. അപ്പൊ നമുക്കൊരു വെർബ് പറഞ്ഞു നോക്കാം. ഇപ്പൊ ഗോ എന്ന് പറയുന്നത് റൂട്ട് ഫോം. അപ്പൊ അതിന്റെ സിംഗുലർ എന്ത് വരും? V1 സിംഗുലർ എന്ത് വരും? ഗോസ്. പ്ലൂറൽ എന്ത് വരും? ഗോ തന്നെ. റൂട്ട് ഫോം ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ. then past went, past participle എന്ത് വരും? go, went, gone. present participle എന്ത് വരും? going. to infinitive എന്ത് വരും? to go, I want to go, I want to write, I want to jump. ഒരിക്കലും ടുവിന്റെ കൂടെ പാസ്റ്റ് ഫോമോ ing ഫോമോ I want to going എന്നോ I want to went എന്നോ ഒന്നും പറയില്ല. അതാണ് to infinitive. ആ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വീണ്ടും വാചകങ്ങൾക്കകത്ത് ഒരുപാട് സ്ഥലത്ത് ഇതെല്ലാം നമ്മളിങ്ങനെ പറയേണ്ടി വരും. ഇന്ന ഫോം. അപ്പൊ ഇത് ആ ഫോംസ് അങ്ങ് മൊത്തം പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ കഴിഞ്ഞു, പ്രോനൗൺ കഴിഞ്ഞു, അഡ്ജക്റ്റീവ് കഴിഞ്ഞു, വെർബ് കഴിഞ്ഞിട്ട് ആ വെർബിനകത്താണ് ടെൻസ് വരുന്നത്. അപ്പൊ വെർബിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് ടെൻസ് വളരെ എളുപ്പമാവുള്ളൂ. മനസ്സിലായി? അപ്പൊ അത് പടിപടിയായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തരുന്നുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് വെർബാണ്. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനകത്ത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പൊ ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം V1 സിംഗുലർ, V1 പ്ലൂറൽ, V2, V3 പ്രസന്റ് പാർട്ടിസിപ്പിൾ, ടു ഇൻഫിനിറ്റീവ്. ഈ പേര് ആദ്യം പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു വെർബ് എടുത്തിട്ട് ഇപ്പൊ ഡ്രിങ്ക് എന്നുള്ള റൂട്ട് ഫോമാണ് ഡ്രിങ്ക്, കുടിക്കുക. അതിന്റെ പ്രസന്റ് ഫോമില് എന്ത് വരും? സിംഗുലർ ഡ്രിങ്ക്സ്. പ്ലൂറൽ എന്ത് വരും? ഡ്രിങ്ക് തന്നെ. റൂട്ട് ഫോം ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ. അതിന്റെ പാസ്റ്റ് എന്ത് വരും? ഡ്രാങ്ക്. V3 എന്ത് വരും? ഡ്രങ്ക്. then പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ത് വരും? ing ഫോം ഡ്രിങ്കിങ്. ടു ഇൻഫിനിറ്റീവ് എന്ത് വരും? ടു ഡ്രിങ്ക്. ഓക്കെ, ഇങ്ങനെ കുറച്ച് വെർബ് എടുത്ത് നിങ്ങൾ പറഞ്ഞു നോക്കണം. മനസ്സിലായി? ഞാൻ എന്റെ ലാസ്റ്റിൽ വേണമെങ്കിൽ ഇട്ട് തരാം. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ചെയ്യുക. ഇനി ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഡിഫറെന്റ് ഫോംസ് ഓഫ് വെർബ് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇത്രയും ഫോംസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് 2-3 വേർബ്സ് ഉണ്ട്. ഇപ്പൊ ബി എന്നുള്ള ക്രിയ ആകുക എന്നാണ്. അത് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ ഓക്സിലറി വെർബ് പറയുമ്പോൾ അത് പറയുന്നുണ്ട്. എന്നാലും ഫോംസ് ഓഫ് വെർബിൽ നമ്മൾ അത് പഠിച്ചു വെക്കുക. ബിയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട് V1 സിംഗുലറിൽ. ആമും ഈസും. ആം ആൻഡ് ഈസ്. അതായത് സബ്ജക്ട് ഐ ആണെങ്കിൽ ആം, ഐ ആം. ഒരിക്കലും ഐ ഈസ് എന്നൊന്നും പറയില്ല നമ്മൾ, നിങ്ങൾക്കറിയാം. അതേസമയത്ത് ഹി ഈസ്, ഷീ ഈസ്. അപ്പൊ V1 സിംഗുലർ ഏതാണ്? ബിയുടെ ഫോമിന്റെ ആമും ഈസും. ഇനി അതിന്റെ പ്ലൂറൽ എന്താണ്? ആർ, ദേ ആർ. രാജു ഈസ്, ഐ ആം. രാജു ആൻഡ് രാമു ആർ. അപ്പം ബിയുടെ പ്രസന്റ് സിംഗുലർ ആം, ഈസ്, പ്ലൂറല് ആർ. ഇനി പാസ്റ്റ്. ഇംഗ്ലീഷ് നിഘണ്ടുവില് ബി എന്നുള്ള റൂട്ട് ഫോം വെർബിന് മാത്രം പാസ്റ്റില് സിംഗുലറും പ്ലൂറലും ഉണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിനകത്തൊന്നുമില്ല. ബിക്ക് മാത്രം പാസ്റ്റില് എന്തുണ്ട്? സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഇപ്പൊ റൈറ്റ്, റോട്ട്, സിങ്, സാങ്, ജംപ്, ജംപ്ഡ്. അവിടെ എല്ലാം പാസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ബി എന്നുള്ളതിന് മാത്രം പാസ്റ്റില് 2 രൂപങ്ങളുണ്ട്. അതായത് സിംഗുലർ പ്രസന്റ് ഫോമിൽ പറയുമ്പോൾ സിംഗുലർ വാസ്, പ്ലൂറൽ വെയർ. ബിയുടെ പാസ്റ്റില് വാസ്, വെയർ. 2 എണ്ണം ഓർത്ത് വയ്ക്കുക. ബിക്ക് മാത്രമേ ഉള്ളൂ പാസ്റ്റില് സിംഗുലറും പ്ലൂറൽ ഫോംസും. സിംഗുലർ വാസ്, പ്ലൂറൽ വെയർ. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിയുടെ ബീൻ. അടുത്തത് ബീയിങ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ടു ഇൻഫിനിറ്റീവ് ടു ബി. ബിയെ, ബീൻ, ബീയിങ് ഇതിന്റെ ഒക്കെ അർത്ഥവും ഉപയോഗവും ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ തൽക്കാലം ഫോംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ബിയുടെ ഫോംസ് റൂട്ട് ഫോം ബി, പ്രസന്റ് സിംഗുലർ ആം, ഈസ്, പ്രസന്റ് പ്ലൂറൽ ആർ, പാസ്റ്റ് സിംഗുലർ വാസ്, പ്ലൂറൽ വെയർ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീൻ, present participle being, to infinitive to be. I want to be a doctor, I want to be a teacher. ആകാൻ ആഗ്രഹിക്കുന്നു, to be. അപ്പൊ വളരെ പലയിടത്ത് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡു എന്നുള്ള റൂട്ട് ഫോം, ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്ന ഡു.
അതിന്റെ പ്രസന്റ് സിംഗുലർ അപ്പൊ എന്ത് വരും? ഡസ്. പ്ലൂറൽ എന്ത് വരും? റൂട്ട് ഫോം ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ ആണ്, ഡു. പാസ്റ്റ് എന്ത് വരും? ഡിഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ത് വരും? ഡൺ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ത് വരും? ഡൂയിങ്. ടു ഇൻഫിനിറ്റീവ് എന്ത് വരും? ടു ഡു. ഓക്കെ. ഇനി ഹാവ്, ഉണ്ട് എന്നുള്ള അർത്ഥം. ഹാവിന്റെ സിംഗുലർ അപ്പൊ എന്ത് വരും? ഹാസ്. യെസ് ചേർത്ത് വരുന്നതെല്ലാം സിംഗുലർ ആണ്. ഹാസ്. റൂട്ട് ഫോം ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ, അതുകൊണ്ട് എന്ത് വരും? ഹാവ്. പാസ്റ്റ് എന്ത് വരും? ഹാഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹാഡ് തന്നെ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഹാവിങ്. ടു ഇൻഫിനിറ്റീവ് ടു ഹാവ്. ഒന്നോടെ ഞാൻ പറയാം. ആദ്യം പേരുകൾ പഠിച്ചു വെക്കുക, എന്നിട്ട് ഒരു വെർബ് എടുത്ത് ഇങ്ങനെ 7 രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക മനസ്സിൽ. അതായത് ബേസ് ഫോം ഓർ റൂട്ട് ഫോം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ്. ദെൻ പ്രസന്റ് ഫോം V1 സിംഗുലർ പ്ലൂറൽ. ദെൻ പാസ്റ്റ് V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3, പ്രസന്റ് പാർട്ടിസിപ്പിൾ ing ഫോം ടു ഇൻഫിനിറ്റീവ്. റൈറ്റ്, റൈറ്റ്സ്, again write, wrote, written, writing, to write. Go, go, goes, go, went, gone, going, to go. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, ആൻസർ തരാം. ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഞാനൊന്ന് പറഞ്ഞു പോവാം. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് അരക്കിട്ട് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് സിംഗുലർ പ്ലൂറൽ. അത് ഇങ്ങനെ ഓർക്കുക. when we add s or es to a noun we get plural. നാമത്തിനോട് കൂടി എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബഹുവചന രൂപം കിട്ടുന്നത്. നേരെ മറിച്ച്, അതെല്ലാവർക്കും അറിയാം, നേരെ മറിച്ച് വെർബിന് നമുക്ക് മലയാളിക്ക് സിംഗുലർ പ്ലൂറൽ ക്രിയയ്ക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് അതിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് 24 സബ്ജക്ട്, അതായത് ഞാൻ ഇന്നതാണെങ്കിൽ വെർബ് നീ ഇന്നതാകണം എന്നൊരു 24 ഉടമ്പടികളുണ്ട് അവര് തമ്മിൽ. അതിനകത്ത് ഫസ്റ്റ് എഗ്രിമെന്റ് ആണ് പറയുന്നയാള് ഏകവചനമാണെങ്കിൽ ക്രിയയും ഏകവചനമായിരിക്കണം, പറയുന്നയാള് ബഹുവചനമാണെങ്കിൽ ക്രിയയും ബഹുവചനമായിരിക്കണം. ഇഫ് ദ സബ്ജക്ട് സിംഗുലർ verb should also be singular. If the subject plural, verb should also be plural. അതൊക്കെ നമുക്ക് സിമ്പിൾ പ്രസന്റ് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാം. സിമ്പിൾ പ്രസന്റിലെ ബുദ്ധിമുട്ട് വരുന്നതും ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് IELTSന്റെ റൈറ്റിംഗ്, സ്പീക്കിംഗിൽ OETയുടെ ഒക്കെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് തെറ്റുന്നത് ഇവിടെയാണ്. PSC എക്സാമിനും നമ്മുടെ CBSE സ്റ്റുഡൻസിനും ഒക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനകത്തും പരീക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ ഇടുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം അരക്കിട്ട് ഉറപ്പിക്കുക. വെർബിന് പ്രസന്റില് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. യെസ് ചേർത്ത് വരുന്നതാണ് സിംഗുലർ. സ്വാഭാവികമായിട്ടും കുട്ടികളോട് അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ഓർക്കും നൗൺ എസ് ചേർത്ത് വരുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഇതും ഗോസ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നതാണ് പ്ലൂറൽ. അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴേ ഉടനെ അവർ പറയും ഇതാണ് പ്ലൂറൽ. അല്ല, ഇവിടെ നൗണിനെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. വെർബിന് എസ് അല്ലെങ്കിൽ ES അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ റൈറ്റ് അവിടെ എസ് ചേർത്താൽ മതി. ഗോ എന്നുള്ളതിന് ഗോസിന് ES ഉണ്ട്, അതാണ് എസ് ഓർ ES എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായി, ഇത് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.